ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ഉൾപ്പെടെ 6 ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് സ്വദേശിയെ കർണാടകയിൽ മണ്ണിടിച്ചിലിനിടെ കാണാതായ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 വാഹനങ്ങളുടെ മുൻവശത്ത് ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തവരിൽ നിന്ന് ഇരട്ടി ടോൾ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ദേശീയപാത അതോറിറ്റി. ഏഷ്യ കപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിന് ശ്രീലങ്കയിൽ ഇന്ന് തുടക്കം. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ഉൾപ്പെടെ 6 ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. വ്യോമയാന മേഖലയിലെ വാണിജ്യ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഭാരതീയ വായുയാൻ വിധേയക് ബില്ലും ഇതിൽ ഉൾപ്പെടുന്നു. 1934 എയർക്രാഫ്റ്റ് ആക്ടിന് പകരമാണ് ബില്ല് കൊണ്ടുവരുന്നത്. തിങ്കളാഴ്ചയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമാകുന്നത്. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചൊവ്വാഴ്ച അവതരിപ്പിക്കും. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ തുടരുന്നു. സംസ്ഥാനത്ത് 62 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1473 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 11 വീടുകൾ പൂർണ്ണമായും 323 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതികൾ തുടരുകയാണ്. ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് ഇന്ന് അല്പം കുറവുണ്ടെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 25 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വെള്ളം കയറിയ പ്രദേശങ്ങളിലെ നിരവധി ആളുകൾ ബന്ധുവീടുകളിലേക്കോ വീടിന്റെ 1ാം നിലയിലേക്കോ താമസം മാറിയിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്തെ കാനാമ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. പുഴയോരത്തെ വീടുകളിലെ വെള്ളക്കെട്ടിന് കുറവില്ല. 20ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് മാറി താമസിച്ചിട്ടുണ്ട്. മാതമംഗലത്തിനടുത്ത് പെരുവാമ്പ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടുവെന്ന് കരുതുന്ന സ്ത്രീയെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ തുടരുകയാണ്. അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ജലനിരപ്പ് ഉയർന്നതോടെ കക്കയം ഡാമിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്ടിൽ 4 ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് ഇന്ന് നേരിയ ശമനമായിട്ടുണ്ട്. എന്നാൽ റോഡുകളിൽ വെള്ളം കയറിയതിനാൽ വിവിധയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കർണാടക വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇന്നലെ ജില്ലയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇടുക്കിയിൽ ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ ശമനമായിട്ടുണ്ട്. എന്നാൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കർണാടക യാത്രയ്ക്കിടെ കാണാതായെന്ന് പരാതി. ശക്തമായ മഴയിൽ കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കാതായത്. 4 ദിവസമായി ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കുന്നില്ല. സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും ചീഫ് സെക്രട്ടറി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 2 പേരുടെ നില ഗുരുതരമാണ്. 30 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ചണ്ഡിഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 21 കോച്ചുകൾ പാളം തെറ്റിയത്. അപകടം നടന്ന ലക്നൌ ഗുവാഹത്തി റെയിൽവേ പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. നീറ്റ് UG പ്രവേശന പരീക്ഷാ ക്രമക്കേടിൽ റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ വിദ്യാർത്ഥിനിയെ CBI അറസ്റ്റ് ചെയ്തു. 2023 ബാച്ചിലെ MBBS വിദ്യാർത്ഥിനിയായ സുരഭി കുമാരിയാണ് അറസ്റ്റിലായത്. ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈലും ലാപ്ടോപ്പും
മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും സിബിഐ പിടിച്ചെടുത്തു. ക്രമക്കേട് നടത്തിയ വിദ്യാർത്ഥികൾക്കായി ഇവർ ഉത്തരങ്ങൾ തയ്യാറാക്കിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഉർസുല വോൺ ഡെർ ലയനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇത് രണ്ടാം തവണയാണ് ഉർസുല വോൺ ഡെർ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ഈ മാസം 28-ന് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിനായി മികച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് യുവജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൂഹത്തെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള യുവജന പരിശ്രമങ്ങളിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണമെന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. മയക്കുമരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി പങ്കിടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നിലവിൽ വന്നു. മാനസ് ഹെൽപ്പ് ലൈനിലേക്ക് 1933 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും മുക്തി നേടാനും പുനരധിവാസത്തെക്കുറിച്ചും ഉപദേശം ലഭിക്കാനും ഹെൽപ്പ് ലൈനിന്റെ സഹായം തേടാവുന്നതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഹെൽപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത്. വാഹനങ്ങളുടെ മുൻവശത്ത് ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തവരിൽ നിന്ന് ഇരട്ടി ടോൾ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ദേശീയപാത അതോറിറ്റി. വാഹനങ്ങളുടെ വിൻഡ്സ്ക്രീനിൽ ബോധപൂർവം ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തത് ടോൾ പ്ലാസകളിൽ അനാവശ്യ കാലതാമസത്തിന് കാരണമാകുമെന്നും ഇത് മറ്റുള്ള ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും NHAI വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ടോൾ കളക്ഷൻ ഏജൻസികൾക്ക് നൽകിയതായും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ വേഗത്തിലുള്ള വളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാർഷിക മേഖലയും ഗ്രാമീണ മേഖലയിലെ ക്രയവിക്രയങ്ങളും മെച്ചപ്പെട്ടതാണ് അനുകൂലമായ മാറ്റങ്ങൾക്ക് കാരണം. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഗ്രാമീണ മേഖലയിലെ വരുമാന വർധനയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏഷ്യ കപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിന് ശ്രീലങ്കയിൽ ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ യുഎഇയും നേപ്പാളും ഏറ്റുമുട്ടും. രാത്രി 7-ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 8 രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും കായിക താരങ്ങൾ ഫ്രാൻസിലേക്ക് എത്തി തുടങ്ങി. അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതി പ്രസിഡന്റ് തോമസ് ബാക്ക് കായിക പ്രതിഭകളെ പാരീസിലേക്ക് സ്വാഗതം ചെയ്തു. 10,500ഓളം അത്ലറ്റുകളാണ് ഇക്കുറി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് പാരീസ് ഒളിമ്പിക്സ്. കായിക പ്രതിഭകളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്താനുള്ള ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പദ്ധതി കീർത്തിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സംവരണത്തിനെതിരായി ബംഗ്ലാദേശിൽ തുടരുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ വ്യാപക സംഘർഷം. ധാക്കയുൾപ്പെടെ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനെതിരെയാണ് പ്രതിഷേധം. അക്രമ സംഭവങ്ങളെ നേരിടാൻ സുരക്ഷാസേനയെ വിന്യസിച്ചതിനു പുറമെ മൊബൈൽ ഇന്റർനെറ്റ് നിരോധനം ഉൾപ്പെടെയുള്ള നടപടികളും ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തനിക്കെതിരെയുണ്ടായ വധശ്രമത്തിൽ പ്രതികരണവുമായി US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദൈവത്തിന്റെ ഇടപെടലാണ് തന്റെ ജീവൻ തിരിച്ചു നൽകിയതെന്നും താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മുഴുവൻ അമേരിക്കയ്ക്കും വേണ്ടിയാണെന്നും ട്രംപ് വ്യക്തമാക്കി. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള റിപ്പബ്ലിക്കൻ നാമനിർദ്ദേശം ഔദ്യോഗികമായി സ്വീകരിച്ചുകൊണ്ട് മിൽവോക്കിയിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ഉൾപ്പെടെ 6 ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് സ്വദേശിയെ കർണാടകയിൽ മണ്ണിടിച്ചിലിനിടെ കാണാതായ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. വാഹനങ്ങളുടെ മുൻവശത്ത് ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തവരിൽ നിന്ന് ഇരട്ടി ടോൾ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ദേശീയപാത അതോറിറ്റി. ഏഷ്യ കപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിന് ശ്രീലങ്കയിൽ ഇന്ന് തുടക്കം. ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.